3 വയസ്സുള്ള ആ കുഞ്ഞിന്റെ മുന്നിൽ വെച്ചാണ് ഈ ഒരു ആക്രമണ സംഭവം ഉണ്ടായത്. അതിന് പിന്നാലെ ആ കുഞ്ഞിനെ ഇവിടെ നിന്നും മാറ്റിയിട്ടുണ്ട്. തൊട്ടടുത്ത ഒരു ബന്ധു വീട്ടിലേക്ക് മാറ്റിയെന്നാണ് നാട്ടുകാരിൽ നിന്നും ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ എന്ത് തന്നെയായാലും നമുക്ക് ഈ കുഞ്ഞിനെ എങ്ങോട്ടാണ് മാറ്റിയിട്ടുള്ളതെന്നാൽ അടുത്ത വീട്ടിലേക്ക് മാറ്റി, ബന്ധുവിൻ്റെ വീട്ടിലേക്ക് മാറ്റി. ആദ്യം കുഞ്ഞ് കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം അവരെ ബന്ധുക്കൾ വന്നോടി കുറേ അതിന് സമാധാനം. പക്ഷേ അതിന് ചെറിയ കുട്ടിയാണല്ലോ, അതിനെ പറ്റി അറിയാനുള്ള വയസ്സായിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെയാണുള്ളത്. ബന്ധുക്കളെ വീട്ടിലേക്ക് തന്നെ മാറ്റി. ബന്ധുക്കളൊക്കെ പുറത്തുള്ള ബന്ധുക്കളൊക്കെ ഇങ്ങോട്ട് വന്നതുകൊണ്ട് ആ കുട്ടി പരിചയമുള്ള ബന്ധുക്കളായിട്ട് ബന്ധമുള്ളതും പരിചയമുള്ളത് കൊണ്ടും വലിയ പ്രയാസമില്ലാതെ ഇപ്പോൾ ഇവിടെ നിൽക്കും. നിങ്ങൾ ഇവിടുത്തെ ആളല്ലേ? ഞാനുള്ളത് പുതുപ്പാടി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയുന്ന കുടുംബമായിരിക്കുമല്ലോ അല്ലേ? അപ്പം നമ്മൾ ഇതറിയുന്നല്ല, നമ്മൾ കുറച്ച് വാർഡിൻ്റെ പുറത്തായതുകൊണ്ട് അല്ല. സംഭവം അറിഞ്ഞതിന് ശേഷം ആ സംഭവം അറിഞ്ഞതിന് ശേഷം നമ്മൾ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഈ വിവരം ആദ്യമായിട്ട് അറിയിച്ച് അത് CIയുടെ നമ്പർ ചോദിച്ച് വിളിച്ചിരുന്നു. എന്താ വിഷയം എന്ന് ബന്ധപ്പെട്ടപ്പോൾ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള എല്ലാവരും ഇവിടെ വന്നിരുന്നു. പ്രസിഡന്റ് പിന്നെ തിരിച്ചു പോയതാണ്. ഈ ഖബറടക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നാളെ ആയിരിക്കും നാളെയാണ് അത് തീരുമാനിക്കുക. മറ്റ് ബന്ധുക്കളൊക്കെ ആലോചിച്ചിട്ട് എന്താണോ തീരുമാനം അവരെ ഇഷ്ടത്തിനാണ് കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിയുള്ളൂ. തീർച്ചയായും ഖബറടക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നാളെ ആയിരിക്കും. അത് ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകളോട് ചോദിച്ചായിരിക്കും. പ്രവിധ നേരത്തെ ചോദിച്ചതുപോലെ ആ കുഞ്ഞിപ്പോൾ ബന്ധുവിൻ്റെ വീട്ടിൽ സുരക്ഷിതയായി തന്നെ കഴിയുന്നുണ്ട്. ആ കുഞ്ഞിൻ്റെ മുന്നിൽ വെച്ചായിരുന്നു ഇത്തരത്തിൽ ആ അമ്മയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായത്, ബന്ധുക്കൾക്ക് നേരെ ആക്രമണം ഉണ്ടായത്. 3 വയസ്സുള്ള കുട്ടിയാണ്. ആ കുട്ടി അറിയാൻ കഴിയുന്ന ഒരു പ്രായമല്ല ഇത്. എന്നിരുന്നാൽ പോലും ആ കുട്ടി എവിടെ നിന്നും മാറ്റിയിട്ടുണ്ട് പ്രവിധ.